ഇന്നലെ രാത്രി ചോറ്റാനിക്കര ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നടൻ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷം കലാഭവനിൽ പൊതുദർശനം ഉണ്ടാകും. 51കാരനായ നടൻ ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. നടി രഹനയാണ് ഭാര്യ. 3 മക്കളുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, വളരെ ആകസ്മികമായി ഒരുപക്ഷെ ഈ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോൾ 6 മണിക്കൂർ മുന്നേ ഫേസ്ബുക്കിൽ ആക്റ്റീവായിരുന്നു എന്നാണ് കണ്ടത്. അതായത് വളരെ ആകസ്മികമായ ഒരു മരണം. അത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് അടുപ്പമുള്ളവർക്ക്, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും വലിയ ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ആകസ്മികമായ മരണം തന്നെയാണ് കലാഭവൻ നവാസിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അസുഖബാധിതനോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോട് മല്ലിടുന്ന സ്ഥിതിയിലോ ഒന്നുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അത് സിനിമ ലോകത്തിനാണെങ്കിലും ഒപ്പം തന്നെ മലയാള പ്രേക്ഷകർക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാം തന്നെ ആ ഒരു വിയോഗം ഇപ്പോഴും സഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. ആ ഞെട്ടലിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും സജീവമായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ കാത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് അതിലേറ്റവും വലിയ ഒരു ആകസ്മികത എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ ചോറ്റാനിക്കരയിലെ റൂമിൽ കാണുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിൽ കാണുന്നത്. അദ്ദേഹം ഷൂട്ടിംഗ് തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 ആഴ്ചയോളമായി ചോറ്റാനിക്കരയിലായിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ ഒരു ഇടവേള, ഷൂട്ടിങ്ങിന് ചെറിയൊരു ഗ്യാപ്പ് ലഭിച്ചു. അതിനിടയ്ക്ക് താൻ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് പോയതാണ്. റൂം വെക്കേറ്റ് ചെയ്യുകയാണ് എന്ന കാര്യം റൂം ബോയിയെയും ഒപ്പം തന്നെ റിസപ്ഷനിലും അറിയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് റൂമിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരാത്തത് കണ്ട് ഏറെ വൈകിട്ടും തിരിച്ചു വരാത്തപ്പോഴാണ് മുകളിലേക്ക് അന്വേഷിച്ച് ചെല്ലുന്നത്. ആ സമയം അദ്ദേഹം നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് പോലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്, ചോറ്റാനിക്കരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഇതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഇങ്ങനെ സംഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹം വീണ് കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന മറ്റ് സഹപ്രവർത്തകർ, അവരിൽ പലരും ഇതുപോലെ തന്നെ ചെറിയൊരു ഇടവേള ലഭിച്ചപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു സംഭവം അവർ അറിയുന്നത്. അപ്പോൾ തന്നെ എല്ലാവരും ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ ഈ ഒരു ഹോട്ടൽ റൂമിലേക്കും എല്ലാം തന്നെ ആയി എത്തി. നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ കാണാൻ എത്തിയത്. നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. കാരണം അവർക്കെല്ലാം പറയാനും ഓർക്കാനുമെല്ലാം ഏറെക്കാലം സഹപ്രവർത്തകരായി ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ, കാരണം മിമിക്രിയിലൂടെ രംഗത്ത് വന്നു, കലാഭവനിലൂടെ രംഗത്ത് വന്നു. ആദ്യഘട്ടങ്ങളിൽ സ്റ്റേജ് ഷോകളിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിൽ പിന്നീട് കഥാപാത്രങ്ങൾ, അത് ചെറുതോ വലുതോ എന്നതല്ല, പക്ഷേ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഏതായാലും അത് ശ്രദ്ധിക്കപ്പെടുന്നതാണ്, ആളുകൾ എന്നും ഓർത്തിരിക്കുന്നതാണ്, മനസ്സിൽ തങ്ങുന്നതാണ് അത്തരം കഥാപാത്രങ്ങൾ എന്നത് തന്നെയാണ് കലാഭവൻ നവാസിനെ എന്നും വ്യത്യസ്തനാക്കിയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ കഥാപാത്രം പറയുന്ന വ്യത്യസ്തമായ ഒരു ഡയലോഗ് എല്ലാം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു കലാകാരനാണ് ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഒരു നഷ്ടമുണ്ടായിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് അത് വലിയ നഷ്ടമാണ്. ഒപ്പം തന്നെ മിമിക്രി കലാകാരന്മാരുടെ രംഗത്താണെങ്കിലും എല്ലാം തന്നെ വളരെ സജീവമായി അത്തരത്തിൽ 92-93 കാലത്ത് മിമിക്രിയിലൂടെ രംഗത്ത് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിൽ, അന്ന് സ്റ്റേജ് ഷോകൾ കാണാനെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും വിദേശ ഷോകൾക്കും എല്ലാം തന്നെ അതിൻ്റെ എല്ലാം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അന്ന് തന്നെ വലിയൊരു ആരാധകർ കലാഭവൻ നവാസിനുണ്ടായിരുന്നു. പിന്നീട് സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ലഭിച്ചു. ഈ അടുത്ത കാലത്തായി കുറച്ചുനാൾ മുമ്പ് അദ്ദേഹം സിനിമയിൽ സജീവമല്ലാതെ മാറി നിന്നു. വീണ്ടും സിനിമയിൽ കൂടുതൽ സജീവമായി വരികയായിരുന്നു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമ, ഇതിലൂടെയൊക്കെ ഒരു സജീവതയിലേക്ക് വീണ്ടും വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ആകസ്മികമായി മരണം പിടികൂടിയത്.
കൃഷ്ണരാജ്, തീർച്ചയായും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഏതാനും സിനിമകളിലൂടെ തന്നെ വീണ്ടും അദ്ദേഹം തൻ്റെ സാന്നിധ്യം മലയാള സിനിമയിൽ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിയോഗം ഉണ്ടായിരിക്കുന്നത്. ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്ന ആണ് സൂചന എങ്കിൽ കൂടി ഇവിടെ നടക്കുന്ന ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാനുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടങ്ങി. ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമാണ് യഥാർത്ഥ മരണകാരണം അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ പ്രാഥമികമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചത് ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കലാഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവിടെയായിരിക്കും സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക. സിനിമാ മേഖലയിൽ ഇത്രയും വർഷങ്ങൾ 92-93 കാലഘട്ടം മുതൽ ഇതുവരെയും നീളുന്ന ഒരു സിനിമാ ബന്ധങ്ങൾ കലാഭവൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്രയധികം സൗഹൃദങ്ങൾ എന്നും കലാഭവൻ നവാസിനുണ്ട്. എപ്പോഴും സൗഹൃദങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനായിരുന്നു. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന, എല്ലാവരുടെയുമായി സൗഹൃദം കൂടുന്ന ഒരു പ്രകൃതമായിരുന്നു കലാഭവൻ നവാസിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ഒരു സുഹൃത്ത് വലയവും ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, കലാഭവൻ നവാസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് എറണാകുളം കലാഭവനിൽ നടക്കുന്ന പൊതുദർശനം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വീട്ടിലായിരിക്കും തുടർന്ന് ഉള്ള പൊതുദർശന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ബന്ധുക്കളും മറ്റ് ആളുകൾക്കും അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനുശേഷം മൃതദേഹം ഖബറടക്കുന്ന ഒരു ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കലാകാരൻ കൂടി, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം കൂടി ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, കൊച്ചിൻ ഹനീഫയെ പോലുള്ള നിരവധി കലാകാരന്മാർ, അവരെല്ലാം വളരെ വേഗം ആകസ്മികമായ ഒരു വിട പറയൽ, കലാഭവൻ മണിയാണെങ്കിലും കൊച്ചിൻ ഹനീഫ ആണെങ്കിലും എല്ലാം തന്നെ അവരുടെ എല്ലാം ഒരു ആകസ്മികമായ വിട പറയൽ, അത് എത്രമാത്രം മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായിരുന്നോ അതേപോലെ തന്നെ മറ്റൊരു കലാകാരൻ കൂടി ഈ ഒരു ആകസ്മികതയോടെ വിട്ടുപോയിരിക്കുന്നു എന്നത് തന്നെ ആണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെന്ന് പറയുന്നത്. അത് അവരുടെ എല്ലാം വാക്കുകളിൽ, ഈ സഹപ്രവർത്തകരുടെ ആണെങ്കിലും അടുത്ത സുഹൃത്തുക്കളുടെ എല്ലാം തന്നെ ആ വാക്കുകളിൽ ആ ഞെട്ടലുണ്ട്, ആ വിയോഗം താങ്ങാൻ കഴിയാത്ത ആ വേദനയുടെ ഉൾക്കാഴ്ചകളുണ്ട്. അതെല്ലാം അവരുടെ എല്ലാം മനസ്സുകളിൽ. കലാഭവൻ നവാസ് ഈ കുടുംബവുമായി വളരെ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുക, അവർക്കൊപ്പം പലയിടങ്ങളിലേക്ക് സഞ്ചരിക്കുക, എല്ലായ്പ്പോഴും സിനിമാ തിരക്കുകൾ മാറ്റിവെച്ചാൽ മറ്റു സമയങ്ങളിലൊക്കെയും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായി കൂടി തോന്നിയിട്ടുണ്ട്. ആ കുടുംബം ഇതെങ്ങനെ താങ്ങാനാണ്? കൃഷ്ണരാജ്, അത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതെങ്ങനെ ആ ഒരു വിയോഗ വാർത്ത അവർക്ക് എങ്ങനെ താങ്ങാൻ കഴിയുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. കാരണം ഈ ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ പോലും, 2 ദിവസം അദ്ദേഹത്തിന് ഒരു ഇടവേള കിട്ടിയപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയാണ് ആ സമയം മാറ്റിവെക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി, റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയത്. അത് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം അല്ലെങ്കിൽ ഇടവേളകൾ ലഭിക്കുന്ന സമയങ്ങളെല്ലാം അദ്ദേഹം ചെലവഴിച്ചിരുന്നു. 3 മക്കൾക്കൊപ്പം, രഹിനക്കൊപ്പം എല്ലാം തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. യാത്രകളായിട്ടും കുടുംബവുമൊത്തുള്ള മറ്റ് സ്വകാര്യ നിമിഷങ്ങളുമായിട്ടും എല്ലാം തന്നെ അതങ്ങനെ പോകുന്ന ഒരു നിമിഷത്തിൽ തന്നെയാണ് അവർക്കെല്ലാം ഈ ഒരു വേർപാട് സമ്മാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും നികത്താനാകാത്ത ഒരു വേർപാട് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നത് എന്നത് വലിയ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയായി തന്നെ നിൽക്കുന്നു. എങ്ങനെ താങ്ങാൻ കഴിയും ആ കുടുംബം, എങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ്. കാരണം ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വാക്കുകളില്ലാത്ത ഒരു സ്ഥിതി. അത് കലാഭവൻ നവാസിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഒപ്പം തന്നെ മറ്റു ബന്ധുക്കൾക്കാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് ആർക്കും തന്നെ ഒരു ആശ്വസിപ്പിക്കാനാകാത്ത ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അവരെങ്ങനെ ഇതിനെ അതിജീവിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇതിലേക്ക് വരെ ഏതായാലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗമാണ് കലാഭവൻ നവാസിൻ്റേത്. കാരണം ഇപ്പോൾ ആദ്യ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും സജീവമായിരുന്ന ഒരാൾ, അതായത് സുഖബാധിതനായിരുന്നില്ല, ചികിത്സയിലായിരുന്നില്ല,
ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലെത്തി വിശ്രമിക്കുന്ന സമയത്ത് അവസാന ഷെഡ്യൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്, പ്രകമ്പനം എന്ന സിനിമയുടെ അവസാന ഷെഡ്യൂൾ കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഈ ആകസ്മികമായ മരണം ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ അതിനു മുൻപ് മണിക്കൂറുകൾ മുൻപ് വരെ ഒപ്പമുണ്ടായിരുന്നവരെ, മുഴുവൻ മലയാളികളെയും സിനിമയെ ഇഷ്ടപ്പെടുന്നവരെയും ഒക്കെയും ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വേർപാട് തന്നെയാണ്. നമുക്ക്